ഹലോ ഗായ്സ്, നമുക്കിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. 3/4 കപ്പോളം വരുന്ന കുതിർത്ത് വെച്ച കടല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില, സബോള, തക്കാളി എന്നിവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. ആദ്യം 1 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണോളം കുരുമുളക്, അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ആവശ്യമാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാവേ. നന്നായി ചതഞ്ഞ് വരികയാണെങ്കിൽ ചെയ്യേണ്ടത്, ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ആദ്യം ആഡ് ചെയ്യാം കേട്ടോ. ആവശ്യമായ വെള്ളം കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നീളത്തിലരിഞ്ഞ് വെച്ച സബോളയും നീളത്തിലരിഞ്ഞ് വെച്ച തക്കാളിയും നേരത്തെ ചതച്ച ആ അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. എനിക്കിവിടെ 3 വിസിലായിരുന്നു വേണ്ടി വന്നത് കേട്ടോ. 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ എല്ലാ എയറും പോണവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കറോടെ തുറന്നു നോക്കിയിട്ടുള്ളത് കേട്ടോ. കുക്കർ തുറന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മാത്രം കടല ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് കറിയുടെ അവസാന മിനുക്കുപണിയായിട്ട് നമുക്ക് അരച്ചൊഴിക്കാനുള്ളതാണ് കേട്ടോ. ഒരു കടായി അടുപ്പത്ത് വെച്ച് ആവശ്യമുള്ള വെളിച്ചെണ്ണയും അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും വേപ്പിലയും ചേർത്ത് നല്ല ബ്രൗൺ നിറം ആക്കുന്നത് വരെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ബ്രൗൺ നിറമായതിനു ശേഷം കുറച്ച് മാത്രം, അതായത് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും 2 സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ 1 സ്പൂണോളം മസാലപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കടലയിൽ കുറച്ച് വെള്ളം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്തിരുന്നു കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് ഒരു 2 സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് വരണം കേട്ടോ. നമ്മൾ കടലക്കറി തയ്യാറാക്കുന്നതിൽ ചെറിയ തിള വന്ന് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ കടലക്കറിയുമായിട്ട് പതുക്കെ യോജിപ്പിക്കണം. യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ കടലക്കറി ചെറുതായിട്ട് കുറുകി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ കടലക്കറിയിൽ അലിഞ്ഞ് ചേർന്ന് നന്നായി കുറുകി ഒന്ന് കുറുതായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.